ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്ന ഡ്രാമയിലെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ ലൈഫൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അവൾ സൂയിസൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ സെർവന് പറയുന്നത് മേഡം ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഹീറോയിൻ കേൾക്കണില്ല. അവളാണെങ്കിൽ ചാടാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടുണ്ടായിരിക്കില്ല. അവൾ ഹോസ്പിറ്റലിൽ എത്തുണ്ടായിരിക്കുണ്ടോ. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചുറ്റും നോക്കിയിട്ട് എന്നിട്ട് ഇവൾ പറയും ഞാനെന്താ ഇവിടെ നിന്ന്. നമ്മുടെ ഹീറോയിന് ഒന്നും ഓർമ്മയില്ല കേട്ടോ. അത് ഇവൾക്ക് അമ്നീഷ്യ സംഭവിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നേഴ്സ് പറയാണ്ട് കണ്ണ് തുറന്ന് പേഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ടൈം നോക്കിയിട്ട് എന്നോട് പറയാണ് അയ്യോ എനിക്ക് ക്ലാസ്സിൽ പോകേണ്ട ടൈമാണെന്ന് പറയുന്നത്. നമ്മുടെ ഹീറോയിന് 20 വയസ്സെന്നുള്ള വിചാരം കേട്ടോ. പിന്നീട് നമ്മുടെ സീരീസിലെ ഹീറോയിനെ കാണിക്കേണ്ടത് ഇവൻ നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇവ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒരുങ്ങുന്നുണ്ട്. ഇവൾ ക്ലാസ്സിൽ പോയി നിൽക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെങ്കിൽ ഇവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നീ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൈ പിടിക്കേണ്ടത്. ഈ സമയത്ത് ഇവൻ പറയാണ് നീ വീണ്ടും ട്രിക്സ് കൊണ്ട് വന്നേക്കാണെന്ന് ചോദിക്കേണ്ടത്. ഈ സമയത്ത് ഹീറോയിൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഒന്നും ഓർമ്മയില്ല ഇവളെ ഹസ്ബൻഡായിരുന്നു ഇവൾക്ക് ഓർമ്മയില്ല. ഇത് കേട്ട് ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഇവൻ്റെ കൈ വിടാൻ പറഞ്ഞിട്ട് ഇവൻ കേൾക്കാത്ത ടൈമിൽ ഇവനായിട്ട് ഒരു കിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ ഇഞ്ചുറിയിലൊക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലാഷുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഒന്നും ഓർമ്മയില്ല. അവൾക്ക് ആ വീണതിന് ശേഷം ഇവളുടെ വിചാരം ഇവൾക്ക് 20 വയസ്സാണെന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോൻ്റെ സെക്രട്ടറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇനി നമ്മുടെ ഹീറോൻ്റെ മേലിൽ ക്രഷൊക്കെ ഉണ്ട്. പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടുന്ന ഹസ്ബൻഡിനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഹസ്ബൻഡ് ആരുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് അലറുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഹീറോയിൻ പറയേണ്ടത് എനിക്ക് എൻ്റെ ഫ്രീ ലൈഫാണെങ്കിൽ വലുതെന്ന് പറയുന്നത് എൻ്റെ ഡ്രീം അച്ചീവ് എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ കണ്ണാട് നോക്കുന്ന സമയത്ത് പറയുകയാണ് എൻ്റെ സ്കിന്നൊക്കെ എന്താ കുറച്ച് ഏജ്ഡായി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ടൈമിൽ അവിടെ ഒരു കുട്ടി പയ്യുണ്ട് കേട്ടോ. ഈ പയ്യൻ വേറെ ആരില്ല നമ്മുടെ ഹീറോയിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇവരാണെങ്കിൽ പറയണത് ബാഡ് വുമൺ വന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഇവളാണെങ്കിൽ ഇത് കല്ലെറിയുന്നുണ്ട് കേട്ടോ. ഹീറോയിന് വിട്ട് കൊടുക്കില്ല. അങ്ങനെ രണ്ടും കൂടി അടി കൂടിയാണ് കേട്ടോ. അന്ന സമയത്താണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ പറയാണ് ഇവന് എന്തൊരു വൃത്തികെട്ട കുട്ടിയാണെന്ന് പറഞ്ഞ് ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കുട്ടിയും പറയാണ് ഇത് എന്തൊരു ബാഡ് വുമണാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കീരിമാമാണ്. ആ ടൈമിലാണെങ്കിൽ ആ സെക്രട്ടറി വരുന്നുണ്ട് കേട്ടോ. അവൾ വന്ന് കഴിഞ്ഞിട്ട് പറയുന്നത് കുട്ടികളോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ കുട്ടിയും പറയാണ് ആൻറ്റി എന്തൊരു സോഫ്റ്റാന്ന് പറയുന്നുണ്ട്. മമ്മി കുറച്ച് ഹാഡാണ് ബാഡ് വുമണാന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഹീറോയിനും ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അവൾ ബാത്തബിൽ കിടക്കാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇവനെ കണ്ട് ഇവളാണെങ്കിൽ അലറുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് പെർമിഷൻ ഇല്ലാണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ സ്ലിപ്പ് ചെയ്ത് വീഴാൻ പോകുന്നുണ്ട് സമയത്ത് രണ്ടും കുറച്ച് ക്ലോസ് ആയിട്ട് രണ്ടുപേരും നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ ഡ്രിങ്ക്സ് കഴിക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഹീറോയിനെ ബിഹേവിയറൊക്കെ മാറുന്നുണ്ടല്ലോ. അതെന്താണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതെന്ന് ചിന്തിക്കണത് കേട്ടോ. അങ്ങനെ അവൻ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് വീട്ടിൽ വരാണ്. ഈ സമയത്ത് അവൻ ആലോചിക്കണം ഫ്ലാഷ് ബാക്ക്. മുന്നേ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുടിച്ച് വരുന്ന ടൈമിൽ ഹീറോയിൻ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ വേണ്ടത്ര വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ റൂമിൽ പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നുണ്ട്. അതുപോലെ ഇവൾ എണീക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിക്കണം. ഈ സമയത്ത് കുട്ടി വന്നിട്ട് തരാൻ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവള് പറയുകയാണ് ഇത് എനിക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നിൻ്റെ ഡാഡിയുടെ അടുത്ത് പോയി പറഞ്ഞോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇത് കേട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഹീറോ വരുന്നത്. എന്നിട്ട് പറയണേ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് ഇവ നോക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ടീവിൽ പറയണം വേണമെങ്കിൽ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് അവളെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് പോകാനിട്ട് ഇങ്ങനെ നിങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് എനിക്ക് ഇപ്പോഴാണെന്ന് ശ്വാസം നേരെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ടിനും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് ഇവിടെ ഒരു പ്രൊജക്റ്റ് നടക്കേണ്ട അതിലേക്ക് കുറച്ച് ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടി കോൾ ചെയ്തിട്ട് പറയണം മമ്മി പോയി എന്ന് പറയേണ്ട. ഈ സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഹീറോയിനൊന്നും കാണില്ല കേട്ടോ. എന്നിട്ട് പറയണം എനിക്ക് എന്തായാലും കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കുക്ക് ചെയ്ത് നോക്കണം. ആ സമയത്ത് മൊത്തം പാളി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷമാണെങ്കിൽ ഒരു ബാറാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോയിൻ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഈ ചെക്കൻ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ച് തള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ പറയുന്നുണ്ട് നീ ഇങ്ങനെ നല്ലതായിരുന്നു മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പിടിച്ച് ബെഡിൽ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ നിനക്ക് എന്താ വേണ്ട ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ് നിനക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് വെച്ചിട്ട് അന്ന് കുറച്ച് ഇൻറ്റിമേറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. സമയത്ത് നമ്മുടെ ഹീറോ ഫ്രണ്ടേ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് എന്താ നിനക്ക് സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ടത് എന്ത് സാറ്റിസ്ഫൈഡോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നത് നീ എന്തിട്ട് എന്നെ കുറിച്ച് ചിന്തിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോ
ഹീറോ വീണ്ടും തമ്മിൽ തല്ലാവുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിട്ട് ഒരു കിക്കും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഇവൾ ആ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അതിലേക്ക് കുറച്ച് ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവൾ നോക്കണത് കേട്ടോ. അങ്ങനെ അവിടേക്ക് പോവാണ് നമ്മുടെ ഹീറോയിൻ. അപ്പോൾ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോ ആയിരിക്കും ഹെഡ് കേട്ടോ. നമ്മുടെ ഹീറോനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒളിഞ്ഞിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവളെ വോയിസ് ഇവൻ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് കമ്പനിയുടെ CEO ആണ് കേട്ടോ. അത്ര റിച്ച് പേഴ്സണാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഇവളാണെങ്കിൽ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജഡ്ജായിട്ടിരിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ സെക്രട്ടറി ഉണ്ടല്ലോ, ആ പെണ്ണാണ് കേട്ടോ. ആ പെണ്ണ് പറയുകയാണ് ഇവൾക്ക് അതിനുള്ള എലിജിബിൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. കാരണം ഇവളൊരു ഹൗസ് വൈഫാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവളെ പ്രൊജക്റ്റ് ചെയ്തതിൽ വാല്യൂ ഇല്ലാന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ കീറിക്കളയുണ്ട്. ഈ സമയത്ത് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഈ പെണ്ണിനെ കുറിച്ച് മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രണ്ടും കൂടി ചെറുതായിട്ട് ഫൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ മറ്റ് ജഡ്ജൊക്കെ പറയുന്നത് നമ്മുടെ ഹീറോയിനെ പിടിച്ച് പുറത്താക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വോയിസ് കേട്ടോണ്ടാണ് നമ്മുടെ ഹീറോ ഹീറോ ആണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ എന്താ വെൻറ്റി ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ പേര് വെൻറ്റി എന്നാണ്. അപ്പോൾ ഈ ടൈമിൽ ഇവൻ പറയുന്നുണ്ട് നീ ഇവിടേക്ക് വാ എന്ന് പറയുന്നുണ്ട്. സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് അവൻ പറയുന്നത് കേൾക്കണില്ല. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഈ പ്രോജക്റ്റൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ കാല് പിടിക്കുന്നത്. ആ സമയത്ത് ഇവൻ്റെ പാൻറ്റ് ഊരിപ്പോൾ അങ്ങനെ ഇവൻ ആകെ നാണക്കേടാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹീറോ പറയാണ് നീ എന്താ മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വന്നേക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് പാസ്റ്റ് ലൈഫിലാണെങ്കിൽ നമ്മുടെ ഹീറോകൾക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെയാണ് അവൻ പറയണത് കേട്ടോ. പിന്നീട് അവിടെ ഒരു സിംഗിങ് നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവളെ കണ്ട് ഇവരൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി പറയണ അമ്മ പാടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സ്റ്റേജിലിരിക്കുന്ന ഓഡിയൻസിനൊക്കെ കണ്ടിട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. ഇവൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് വരണത്. അങ്ങനെ ഇവള് അതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇവള് നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അവളെ പാട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ കുറച്ച് മെമ്മറീസ് വേണ്ട. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഹീറോയിന് പെർമിഷനൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് ഓട്ടോഗ്രാഫൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ കുറച്ച് സെലിബ്രേറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണ് എന്തോ അവിടെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനെ അറിഞ്ഞിട്ട് ഇവളാണെങ്കിൽ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ വഴി വരുന്നുണ്ട്. അപ്പോൾ ഹീറോ കാണുന്ന സമയത്ത് തടയണം നിൽക്കണേ കേട്ടോ. അപ്പോൾ അവന് ലൈറ്റായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് പറയാണ് സാർ ഇടപെടുന്ന് പറയുന്നുണ്ട് കേട്ടോ. ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മതി മതി എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെ ക്രേസിയായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഈ പെണ്ണാണെങ്കിൽ ഇവൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ പറയാണ് എനിക്ക് റൊമാൻസിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ കാലാണ് കാണുന്നത്. ഇവൾക്ക് 5 വർഷത്തിന് മുന്നേ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പെയിനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് അവൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ വീണ്ടും തല്ലുണ്ടാക്കാണ് കേട്ടോ. നമ്മുടെ ഹീറോ പറയുന്നത് നീ ഇത്ര നല്ല രീതിയിൽ സിംഗൊക്കെ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് വേറൊന്നല്ല ഇവൻ്റെ ഗ്രാൻഡ് പാണെങ്കിൽ വരുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ആക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഓക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ എന്തോ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പോകണം. ആ സമയത്ത് ഇവളാണെങ്കിൽ കാട്ടിൽ പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ കുട്ടിയും അവളെ അന്വേഷിച്ച് വരുന്നുണ്ട്. കുറേ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ കുട്ടിതേയും മമ്മി എടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ആ ടൈമിൽ നമ്മുടെ ഹീറോൻ്റെ കാണുന്ന സമയത്ത് ഹീറോയിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇവൾക്ക് ചെറുതായിട്ട് നമ്മുടെ ഹീറോയിനോടൊക്കെ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കുട്ടിക്ക് നമ്മുടെ ഹീറോയിനോട് ഇപ്പോൾ ഇഷ്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ മമ്മീന്നാണ് വിളിക്കുന്നത്. മുന്നൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. വീട്ടിലത്തെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കും പറ്റിയിട്ടുണ്ട്. ഒരു മുറിവൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ പറയണത് ഞാൻ അതിൽ നിനക്ക് ഓയിൽമെൻറ്റ് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഓയിൽമെൻ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടും കൂടി കിടന്നുറങ്ങണം. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഹീറോ ഇവളെ കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്തില്ലേ. ആ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. ഹീറോയും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുന്നത്. പിന്നീട് നെക്സ്റ്റ് ആണെങ്കിൽ ഇവരാണെങ്കിൽ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈമിൽ കുക്കിംഗ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവളോട് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കുറച്ച് ബെറ്റർ ആവാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് ഗ്രാൻഡ് പ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് പ വരുന്ന സമയത്ത് ഇവർ നല്ല സ്നേഹത്തിലാണല്ലോ. അപ്പോൾ ഗ്രാൻഡ് പ വിചാരിക്കും ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ജലസി ആവുന്നുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ക്രഷ് ചെയ്യുന്നുണ്ട്. 11 വർഷമായിട്ട് ഇവിടെ സ്നേഹിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി ലവ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോയിനെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഫ്ലവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇവൻ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഹീറോയിനാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ പിക്ക് ചെയ്യാൻ വരാണ്. ആ സമയത്ത് കറക്റ്റ് ഫ്രണ്ടും വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത്. എന്നിട്ട് രണ്ടുപേരും പറയുന്നുണ്ട് വെഞ്ചി കയറുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ആരുടെ കാറിൽ കയറുമെന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ.
നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിൻ്റെ ഹസ്ബൻഡ് ഞാനാണ്, നീ എൻ്റെ കാറിൽ കയറാൻ പറയുന്നുണ്ട് കേട്ടോ. സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട് നിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നിനക്കൊരു വില തന്നെ, നീ എൻ്റെ കാറിൽ കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി അടിയാവാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയും അതുപോലെ ഫ്രണ്ടും. അവസാനം നമ്മുടെ ഹീറോയിനൊരു ടാക്സി വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടും വീണ്ടും അടിയാവാണ്. ഇതൊക്കെ ആണെങ്കിൽ ആ പെണ്ണും കണ്ട് പെണ്ണിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഡ്രിങ്ക്സിൽ എന്തോ പൊടി കലർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കും, അതായത് മയക്കുമരുന്നാണ് കേട്ടോ. അങ്ങനെ ഇവനൊക്കെ എടുത്തി കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് എന്തോ മിസ്ബിഹേവ് ചെയ്യാനാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ബോധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് എന്തായാലും ഞാൻ നിന്നെ മാരേജ് എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ പെണ്ണിനെ പിടിച്ചു മാറ്റണം. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ് അത് ശരി നീ ഇത്ര ചീപ്പായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വല്ലത് എൻ്റെ വൈഫാന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കണക്കിന് നമ്മുടെ ഹീറോ ആണെങ്കിൽ തപ്പി പിടിച്ച് എങ്ങനെയോ നമ്മുടെ ഹീറോയിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഒട്ടും ബോധമൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഹോട്ടായിട്ടുള്ള ഫീലൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റണില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ അസിസ്റ്റൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ അസിസ്റ്റൻറ്റ് പറയാണ് എന്തായാലും സാർ ഇവിടെ സ്റ്റേ ചെയ്യട്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിന് മാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അസിസ്റ്റൻറ്റ് പറയാണ് ഞാൻ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വേഗം പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ കുറച്ച് റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഫസ്റ്റ് എനിക്കുണ്ട്. ഇവിടെയാണെങ്കിൽ കുറച്ച് പേയ്മെൻറ്റ് അവിടെ ഇട്ട് കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോയ്ക്ക് കാശ് കാണുന്നുണ്ട്. ഇവൻ പറയണം അത് ശരി നീ ഇങ്ങനെയാണല്ലോ എന്നെ കണ്ണേക്കിടുന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടിയും ഹീറോയിനും കൂടിയിട്ട് ഒരു പാർക്കിൽ പോകാൻ കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നല്ല രീതിയിലൊക്കെ റൈഡിങ്ങിലൊക്കെ കയറാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ നല്ല രീതിയിലൊക്കെ റൈഡിങ്ങിലൊക്കെ അവനെ കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് കുട്ടി പറയണമെങ്കിൽ ഒരു ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കുട്ടി പറയാണ് എനിക്ക് 2 ഡാഡിമാരുണ്ടല്ലേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിന് ഇവൾ ഇഷ്ടമൊക്കെയാണല്ലോ. അപ്പം നമ്മുടെ കുട്ടിയോട് നിനക്ക് ആരും ഇഷ്ടം ചോദിക്കുമ്പോൾ എനിക്ക് 2 പേര് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് 2 പേര് അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. വീണ്ടും 2 കൂടി ഭയങ്കര ഫൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൻ പറയുകയാണ് എനിക്ക് 2 ഡാഡിനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാണ്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പറയണത് നീ വിഷമിക്കണം, നിൻ്റെ കുട്ടീനെ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ വിറ്റിങ്ങൾ തമ്മിൽ ഒരു റൈഡിങ് ഒക്കെ കോമ്പറ്റീഷനാണ്. അത് കഴിഞ്ഞാൽ എല്ലാം 4 കൂടി ടയർഡായിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറയാണ് നിൻ്റെ ഡാഡി മമ്മി ഇതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഡാഡി മമ്മി നല്ല സ്മാർട്ടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഗെയിമിങ്ങിൽ വരാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് മോക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗെയിമിങ് വേറെ ഒന്നല്ല, അതായത് ഭാര്യനെ എടുത്തുകൊണ്ട് ഭർത്താവ് ഓടണം. ആരാണോ ഫസ്റ്റ് എത്തണത് അവർ വിന്നാവണം കേട്ടോ. അതായത് ഫസ്റ്റ് എത്തുന്ന ആൾ ഫുട്ബോൾ എറിയണം. ഈ ടൈമിൽ ഹീറോയിനെ എടുത്ത് നമ്മുടെ ഹീറോ വരുന്ന സമയത്ത് ഇവർ വീഴുന്നുണ്ട്. അപ്പോൾ മറ്റേ കപ്പിൾസ് ഫ്രണ്ടിൽ ലീഡ് ചെയ്യാണ്. ഇത് കണ്ട് ഹീറോയും പറയണം വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഫസ്റ്റ് എത്തണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹീറോ പറയണ ഒരു കിസ് തരണമെന്ന് പറയുന്നുണ്ട്. അവൾ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫസ്റ്റ് എത്തി കഴിഞ്ഞിട്ട് ഫുട്ബോൾ എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഫ്രണ്ടിന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഹീറോയിന് ഇഷ്ടം നമ്മുടെ ഹീറോയിന് തന്നെയാണ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് കേട്ടോ. അവളെ കാലിൻ്റെ ഇഞ്ചുറിയുടെ ഇത് കാണിക്കാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഫ്രണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ അവളെ കൂട്ടുകാരി ഉണ്ടായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ തലകറക്കം വരുന്നുണ്ട്. അവൾ തലചുറ്റി വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അവിടുത്തെ നേഴ്സ് പറയാണ് നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ആണ്, 4 വീക്കായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടും അതുപോലെ അവൾ കൂട്ടുകാരി ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്ത് പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോൾ ഈ ഒരു വേർഡാണ് അതിൽ കൂടെ വരണം നമ്മുടെ ഹീറോയിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അവൻ കേട്ടിട്ടുണ്ടായിരിക്കും ഇവൾ പ്രഗ്നൻ്റ് ആകുന്നുണ്ടോ. സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട് കുട്ടിയുടെ ഫാദർ ആരാന്ന് എനിക്ക് അറിയില്ലെങ്കിൽ കൊച്ചിൻ്റെ ഫാദർ ഞാനാവെന്ന് പറഞ്ഞാൽ എന്നെ മാരേജ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഫ്രണ്ടാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ അസിസ്റ്റൻ്റ് ചെക്കനാണെങ്കിൽ ഉണ്ടല്ലോ വീഡിയോസ് ആയത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ ഇത് കണ്ട് ഭയങ്കര ടെൻഷനായിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർ പുറത്ത് നിൽക്കണം കേട്ടോ. ഈ ടൈമിൽ ഫ്രണ്ട് പറയാണ് നീ ഒന്നും കൊണ്ട് വിഷമിക്കണം, നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇവിടെ കംഫർട്ട് ആക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഞാനായിക്കോളാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് നിന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഈ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ ഹീറോ തന്നെയാണ് കേട്ടോ. ഈ പൊട്ടത്തിന് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇത് എൻ്റെ കുട്ടിയാണ്. അപ്പോൾ മറ്റോ പറയും ഇത് എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി തല്ലി കൂടുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയും പറയണ തുടങ്ങി ഇവർ തമ്മിലുള്ള ഫൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ആർക്കാണ് എന്നോട് കൂടുതൽ ഇഷ്ടം ചോദിക്കേണ്ടത്. അപ്പോൾ പറയുന്നത് രണ്ടുപേരും പറയണേ ഞങ്ങൾക്ക് 2 പേർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണമെങ്കിൽ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടുകാരനും പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം വീടാണ് കാണിക്കുന്നത്. അവിടേക്കാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു സൂപ്പ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇത് ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫ്രണ്ടും വന്നിട്ട് ഒരു സൂപ്പ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കണ്ടി 2 പേരുടെ സൂപ്പിൽ ആരാണ് കുടിക്കുന്നതെന്നാണ് അവൾ ആലോചിക്കുന്നത് കേട്ടോ.
അപ്പോൾ അവൾ കോമിറ്റിങ് പോലെ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയും പറയാണ് സോറി എനിക്കിപ്പോൾ രണ്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ പറയാണ് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എൻ്റെ വൈഫ് അവിടേക്ക് വരുന്നുണ്ട്, അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ആ അപ്പോയിൻമെൻ്റ് ഉള്ള പ്ലേസിലേക്ക് വരണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു കുറച്ച് ഓൾഡായിട്ടുള്ളൊരു പേഴ്സണാണ് അയാൾ. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഹീറോ വരുന്നുണ്ട്, ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഇയാൾക്ക് ഇട്ടിട്ടുള്ള പെട കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കഴിഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഓഫീസിൽ വരുന്നുണ്ട്. ഇവളെ പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. ഹീറോ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് നീ എൻ്റെ ജീവ രക്ഷിച്ച കാരണമാണ് നിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ എപ്പോൾ ഞാൻ പറഞ്ഞു വിടുക എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. ഈ സമയത്ത് ഈ പെണ്ണും കുറച്ച് സിമ്മിതായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവനാണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കാലും ഇഞ്ചുറിയോ മുന്ന് കണ്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവളുടെ സ്കാനിങ് റിപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് അവനാണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഇവൻ ഡോക്ടറാണെങ്കിൽ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിന് മുന്നേ ഇത് സംഭവിച്ചതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് ഫ്ലാഷ് ബാക്ക് പോലൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവന് 6 വർഷം മുന്നേ ഒരു പെൺകുട്ടി ഇവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ആക്സിഡൻറ്റിൽ. ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ സ്ഥാനത്ത് ഈ പെണ്ണാണ് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ വരുന്നത് കേട്ടോ. പക്ഷേ ഈ പെണ്ണായിരിക്കില്ല നമ്മുടെ ഹീറോയിനായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് സംഭവിച്ചതായിരിക്കും ഇഞ്ചുറി കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ കാലുമേ. അപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ പെണ്ണിനോട് പറയണമെങ്കിൽ നിനക്ക് ജോലിയില്ല പൊക്കുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പിരിച്ചു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവ ഗ്രാൻഡ് പേരെ അടുത്ത് വന്നിട്ട് സംസാരിക്കണം. ഈ സമയത്ത് ഗ്രാൻഡ് പേ എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണ് നമ്മുടെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അവളെ മാരേജ് ചെയ്യിപ്പിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നീട് നമ്മുടെ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റമക്കിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ ബ്രദറാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടും അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ഇവൾക്ക് സൂപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് നല്ല രീതിയിൽ ഉള്ള കെയർ ചെയ്തിട്ട് സൂപ്പൊക്കെ കഴിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ലൊരു ഫാദറായിക്കെന്ന് പറഞ്ഞ് സംസാരിക്കണം. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ കുറച്ച് ഇമോഷണലായിട്ട് വരാനുണ്ടോ. നമ്മുടെ ഹീറോയും വിചാരിക്കണം ഇവൻ എന്തത്ര ഇമോഷണലായിട്ട് വരാൻ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പറയണം അന്ന് കാർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് നീയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ വിചാരിച്ചു അതെൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊന്നും ഓർമ്മ വരുന്നില്ല കേട്ടോ. കാരണം ഇവൾക്ക് അമ്മിനീഷ് വന്നിട്ട് ഒന്നും ഓർമ്മയില്ല കേട്ടോ. ഇവള് പറയണം എന്തായാലും കുഴപ്പമില്ല, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, സോറി കൂള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതായത് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൂടെ പോകുന്ന പേടിച്ചിട്ടാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് വേഗം എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയും റൂമിൽ വന്ന് വാടിച്ചിട്ട് പറയണേ എന്താ ഇവനെ കാണുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ പെടപ്പെടാന്ന് അടിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നു കേട്ടോ. ഡാഡി മമ്മി എന്തായാലും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഫ്രണ്ട് വന്നിട്ട് ഹീറോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ആക്ച്വലി അവൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ട ആദ്യം പറയുന്നുണ്ട് കേട്ടോ. നീ ഒരിക്കലും അവൾ വിഷമിപ്പിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അവനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോയാണെങ്കിൽ സിങ് ചെയ്യാൻ കേട്ടോ. നല്ല രീതിയിൽ അവൾ പാട്ട് പാടുന്നുണ്ട്. ഫ്രണ്ടും ഹീറോയും കുട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും കുറച്ച് സെലിബ്രേറ്റ് ഒക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അതുപോലെ ഫ്രണ്ട് രണ്ടുപേരും ഫ്ലവർ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹീറോ കുറച്ചിങ്ങനെ അധികാരത്തോട് കൂടി ഇങ്ങനെ ഫ്ലവർ കൊണ്ട് കൊടുക്കാണ്ട് ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഫ്രണ്ട് പറയണം ഞാൻ എന്തായാലും അവളെ നിനക്ക് വിട്ടെന്നൊന്നും പറയണ്ട. ആ സമയത്ത് ഗ്രാൻഡ് വന്നിട്ട് പറയണ കുട്ടീനെ കാണാലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ കുട്ടീനെ കാണാലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമമുണ്ട്. അവൾ ഞാൻ അന്വേഷിക്കാൻ നമ്മുടെ അവിടെ നിന്ന് ഓടുന്നുണ്ട്, ഹീറോയെ ഒപ്പോടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ചുമ്മാ പറഞ്ഞതായിരിക്കും കേട്ടോ. കുട്ടി അവിടെ ഒളിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. കുട്ടി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഫ്രണ്ടും അസിസ്റ്റൻറ്റും പറയാണ് ഗ്രാൻഡ് പാ ഈ ടൈമിൽ ഭയങ്കര ബുദ്ധിയാണല്ലോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗ്രാൻഡ് പേനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കുട്ടീനെ അന്വേഷിച്ച് നടക്കാൻ കേട്ടോ. കെവിനാണ് കുട്ടിയുടെ പേര്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് നല്ല വിഷമമാവുണ്ട് കേട്ടോ. അവൻ എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും നടക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ സ്ലിപ്പ് ചെയ്ത് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡൻ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ ഹീറോനെ അവൾ ഹെൽപ്പ് ചെയ്തതും അവളെ കാലിൽ ഇഞ്ചുറി സംഭവിച്ചതും ഗ്രാൻഡ് പേ ആണെങ്കിൽ നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യാൻ പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാരേജിന് ശേഷം അങ്ങനെ അവൾ അവിടെ ഇത് വിട്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതും അവിടെ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നത് നിനക്ക് മെമ്മറി തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയേണ്ട അതേ എനിക്ക് മെമ്മറൊക്കെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോയും സോറി പറയുന്നുണ്ട്. കാരണം അവൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ അവനും സോറി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തിരിച്ചു വരുന്ന ടൈമിൽ ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാണ് കേട്ടോ. വേറൊന്നല്ല നമ്മുടെ ഹീറോയിൻ്റെ മാരേജാണ്. ഈ സമയത്ത് ഫ്രണ്ടൊക്കെ വന്ന് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെയും അതുപോലെ ഹീറോയിൻ്റെയും കുഞ്ഞു ഡോൾസ് പോലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് നീ ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് എൻ്റെ വിഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിലെ നമ്മുടെ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇവർ രണ്ടുപേരും വരാണ്. ഈ സമയത്ത് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവർക്ക്
ഭയങ്കര ഹാപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് പറയാണ് കുട്ടി എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും മാരേജാന്ന് പറയണ്ട, കാരണം ഇവർ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും ഇവളെ നല്ല വിഷു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ മാരേജ് സ്റ്റാർട്ട് ആകുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ പറയണ്ടായിരിക്കും കേട്ടോ. അതായത് റിച്ചായും ബോറായാലും നമ്മുടെ ഹീറോയിനോട് പറയും, ഹീറോയിനെ ഹസ്ബൻഡായിട്ട് സ്വീകരിക്കുന്ന സമ്മതമാണെന്ന് ചോദിക്കുമ്പോൾ അവൾ യെസ് പറയും, ഹീറോയിനും അങ്ങനെ പറയും. പിന്നെ റിങ് നമ്മുടെ കുട്ടിയായിരിക്കും കൊണ്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ റിങ്ങൊക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയണേ നിന്നെ ലൈഫ് ലോങ് നല്ല രീതിയിൽ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സീനോട് കൂടി നമ്മുടെ ഡ്രാമ ഉണ്ടാവാണ് കേട്ടോ.